ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരമലൈസ്ഡ് നട്ട്സ് വിത്ത് സേമിയ ഡെസേർട്ടായിട്ടാണ്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാര പാനിലിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പഞ്ചസാര മെല്ലെ നമുക്ക് മെൽട്ടായി കിട്ടും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മെൽറ്റായിട്ട് വരും. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മെൽറ്റായി വന്ന പഞ്ചസാരയിലേക്ക് ഞാൻ കുറച്ച് പിസ്തയും കുറച്ച് കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ആഡാക്കി കൊടുക്കാം. കാരമലൈസ് ചെയ്ത പഞ്ചസാര നട്ട്സിൻ്റെ എല്ലാ ഭാഗത്തായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ ഞാനിതാ ഒരു 150 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. ഭയങ്കര തിന്നായിട്ടുള്ള സേമിയ ആട്ടോ എടുത്തത്, നമ്മൾ വെർമസിൽ. ഇനി അത് ഇതുപോലെ കൈ കൊണ്ടൊന്ന് നല്ലോണം പൊടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സേമിയത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിതാ ഒരു പാൻ എടുത്ത് അതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര കുട്ടി വെച്ച സേമിയല്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് ബട്ടർ സേമിയത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കാവുന്ന രൂപത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ബട്ടർ നല്ലോണം മെൽട്ടായി സേമിയത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സേമിയത്തിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ടെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സേമിയത്തിന് പകരം ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ബട്ടർ കൂട്ടി മിക്സാക്കിയിട്ട് ഇങ്ങനെ ലെയറാക്കി ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് സേമിയ നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലോണം സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കുള്ള കസ്റ്റേർഡ് ചെയ്തെടുക്കാൻ പോവാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി എടുത്തുകിട്ടെ ഞാനിപ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കട്ടയില്ലാണ്ട് മിക്സാക്കി എടുക്കാൻ പോവാം. ഇപ്പോൾ ഞാൻ കട്ടൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് 250 ml കപ്പിൻ്റെ 2 കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് വാനില എസൻസ്, ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാൻ പോവാം. ഇനിയിപ്പോൾ പാലെല്ലാം ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റേർഡില്ലേ അതാണ് കേട്ടോ. കട്ട ഒന്നും ഇല്ലാണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡിൻ്റെ മിക്സിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് കൈ വെക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഇപ്പോൾ നമ്മളിത് ഒന്ന് തിക്കായി വരുന്നുണ്ട് കേട്ടോ. ഇത് പുഡിങ്ങിനെ പോലെ ഓവറായിട്ട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് തിക്കായി കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ച നട്ട്സ് ഇല്ലേ കാരമലൈസ് ചെയ്ത് വെച്ചാൽ അതിപ്പോൾ നമുക്ക് നല്ലോണം ഇങ്ങനെ സെറ്റായി കിട്ടിക്കിട്ടാ. നല്ല ഹാർഡായിരിക്കും ഇതോട്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനത് കൈ കൊണ്ട് പൊട്ടിച്ചപ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള, അങ്ങനെ ഞാനിതിപ്പോൾ പിന്നെ കത്തി കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കിയിട്ടാ. എന്നിട്ടും എനിക്കത് പറ്റുന്നില്ല എന്ന് തോന്നിയേരം ഞാൻ എന്താക്കി മിക്സിൻ്റെ ചെറിയ ജാറില്ലേ അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റേർഡില്ലേ
അതെന്ന് വെച്ചാൽ നല്ലോണം റൂം ടെമ്പറേച്ചറിലാവണം കേട്ടോ. ചൂടോടെ അതിലേക്ക് നമ്മൾ ഈ കാരമലൈസ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ കാരമലൈസ് ചെയ്ത് മെൽട്ടായി പോകും. അപ്പോൾ കസ്റ്റേർഡിൻ്റെ ചൂട് നല്ലോണം കുറഞ്ഞതിന് ശേഷം തീരെ ചൂടില്ലാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇതിട്ടെടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച സേമിയത്തിൻ്റെ അതെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഈ സേമിയത്തിൻ്റെ മുകളിലേക്ക് ഞാനിതിങ്ങനെ നല്ല ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫുള്ളും അപ്പം തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച സേമിയത്തിൻ്റെ മിക്സ് സൈഡിലോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്റ്റൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ഡെസേർട്ടൊക്കെ നല്ലോണം സെറ്റായി കിട്ടിക്കിട്ടാ. ഇത് കറക്റ്റ് പുഡിങ്ങിൻ്റെ ടെക്സ്ചറേ അല്ല, പുഡിങ്ങിന് പോലെ ആയിരിക്കില്ല. ജസ്റ്റ് നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കുന്ന പോലെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണിത്. എന്തായാലും നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെന്താ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.